السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ വിശ്വാസിനികളെ, കുഞ്ഞുമക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പവിത്രമായ ഈ റമദാൻ മാസത്തിലെ 5 നോമ്പുകൾ പൂർത്തിയാക്കി 6ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മുടെ പ്രധാനുഷ്ഠാനങ്ങളും നിസ്കാരങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇനി വരാനിരിക്കുന്ന നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടാനുള്ള തൗഫീഖ് അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നോമ്പ് നൽകുന്ന ആത്മനിയന്ത്രണത്തെക്കുറിച്ചും ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചും നിസ്കാരത്തിലും പ്രാർത്ഥനകളിലും ഉണ്ടാകേണ്ട ഹൃദയ സാന്നിധ്യത്തെക്കുറിച്ചും സംസാരിച്ചു. ഇന്ന് റമദാനിന്റെ ഈ രാവിൽ നാം ഒത്തുചേരുമ്പോൾ ഈ മാസം നമ്മിൽ ഉണ്ടാക്കിയെടുക്കേണ്ട മറ്റൊരു ശീലത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. റമദാൻ കാരുണ്യത്തിന്റെ മാസമാണ്. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പട്ടിണി കിടക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ലോകത്തെ കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വേദനയാണ് നാം ശരിക്കും തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങളെ അലിയിപ്പിക്കണം. നമ്മുടെ കൈകൾ മറ്റുള്ളവരിലേക്ക് നീളാൻ അത് കാരണമാകണം. നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാരതയെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വർണ്ണിക്കുന്നത് നമ്മൾ കേൾക്കണം. സഹീഹുൽ ബുഖാരിയിലെ ഹദീസിലൂടെ അദ്ദേഹം പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉദാരമതിയായിരുന്നു. അജ്വദു മാ യകൂനു ഫീ റമളാൻ. റമളാൻ മാസത്തിലായിരുന്നു അവിടുന്ന് ഏറ്റവും കൂടുതൽ ഉദാരത കാണിച്ചിരുന്നത്. റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനെ വന്ന് കാണുന്ന സമയത്ത് അവിടുത്തെ ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്നത്, ബിൽ ഖൈരി മിന റീഹി മുർസലത്തിൻ. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിലായിരുന്നു നബി തിരുമേനി നന്മകൾ വാരിക്കോരി നൽകിയിരുന്നത്. എത്ര സുന്ദരമായ ഉപമയാണിത്! അടിച്ചു വീശുന്ന കാറ്റ് ഒരു വിവേചനവുമില്ലാതെ എല്ലാവർക്കും വേഗത്തിൽ ആശ്വാസം നൽകുന്നത് പോലെ നബിതങ്ങളുടെ കാരുണ്യവും ദാനധർമ്മങ്ങളും എല്ലാവരിലേക്കും വേഗത്തിൽ ഒഴുകിയെത്തുമായിരുന്നു. ഈ റമളാനിൽ ആ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ എത്രത്തോളം ഉദാരമതികളാണെന്ന് സ്വയം ചിന്തിക്കുക. ഇസ്ലാമിലെ ദാനധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സക്കാത്താണ്. അത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. സക്കാത്ത് എന്നത് പാവപ്പെട്ടവന് നമ്മൾ നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ സമ്പത്തിൽ അള്ളാഹു നിശ്ചയിച്ച അവരുടെ അവകാശമാണ്. സക്കാത്ത് നൽകാത്തവന്റെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ 103-ാം വചനത്തിലൂടെ അള്ളാഹു നബിയോട് കൽപ്പിക്കുന്നത് കാണുക, ഖുദ് മിൻ അംവാലിഹിം സദഖത്തുൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരുടെ സമ്പത്തിൽ നിന്ന് താങ്കൾ സ്വീകരിക്കുക, അതുവഴി താങ്കൾ അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക. നമ്മുടെ സമ്പത്തിൽ നിന്ന് കൃത്യമായ കണക്കെടുത്ത് അർഹരായവർക്ക് അത് എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയുന്നതാണ്. ഒരു സാധാരണ മാസത്തിൽ നിർബന്ധമായ ഒരു കർമ്മം ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ 70 ഇരട്ടിയിലധികവും അതിലധികവും പ്രതിഫലമാണ് റമളാനിൽ ഫർളായ കർമ്മങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ സ്വഹാബികളും പണ്ഡിതന്മാരും തങ്ങളുടെ സക്കാത്ത് കണക്കാക്കാനും അത് കൊടുത്തു വീട്ടാനും റമദാൻ മാസത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തിരുന്നത്. സമ്പത്തുള്ളവർ അത് കൃത്യമായി കണക്കുകൂട്ടി അർഹരായവരിലേക്ക് വ്യവസ്ഥാപിതമായി ഈ മാസം തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. സക്കാത്തിന് പുറമെ നാം നൽകുന്നതാണ് സദക്ക അഥവാ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ. സദക്ക നൽകാൻ വലിയ സമ്പന്നനാകണം എന്നില്ല. നമ്മുടെ കഴിവിനനുസരിച്ച് അതെത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നൽകുക. അള്ളാഹുവിനു വേണ്ടി നാം ചിലവഴിക്കുന്ന ഒന്നിനും അവനൊരിക്കലും നഷ്ടം വരുത്തുകയില്ല. സൂറത്തുൽ ബഖറയിലെ 261-ാം വചനത്തിൽ അള്ളാഹു ഒരു മനോഹരമായ ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം
ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് കമസലിൽ ഹബ്ബത്തിൽ, ഒരു ധാന്യമണിയോടാകുന്നു. അമ്പതത്ത് സബഅ സനാബില, അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമണികളുമുണ്ട്. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ഇരട്ടിയാക്കി കൊടുക്കുന്നതാണ്. നാം നൽകുന്ന 1 രൂപ അള്ളാഹുവിൻ്റെ അടുക്കൽ 70ഉം 700ഉം ഇരട്ടിയായും അതിനു മുകളിലായും വളരുകയാണ്. സമ്പത്ത് ദാനം ചെയ്താൽ അത് കുറഞ്ഞു പോകുമെന്നും നാളെ നമുക്ക് ദാരിദ്ര്യം വരുമെന്നും നമ്മെ പേടിപ്പിക്കുന്നത് പിശാചിന്റെ കളികളാണ്. നബിതങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സദക്ക നൽകിയത് കൊണ്ട് ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് പള്ളികളുടെ നിർമ്മാണങ്ങൾക്കും ദീനിന്റെ പ്രചാരണത്തിനും രോഗികൾക്കും കടം കൊണ്ട് വലയുന്നവർക്കും വേണ്ടി ചോദിക്കാതെ തന്നെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഈ റമദാൻ മാസത്തിൽ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രതിഫലാർഹമായ മറ്റൊരു സദക്കയുണ്ട്. അതാണ് നോമ്പ് തുറപ്പിക്കൽ. സഹോദരങ്ങളെ, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ മഹത്വം നാം പലപ്പോഴും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. സുനൻ തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന പ്രശസ്തമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന് ലഭിക്കുന്നതിന് തുല്യമായ പ്രതിഫലം തുറപ്പിച്ചവരും ലഭിക്കുന്നതാണ്. അതേസമയം നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും കുറയുകയുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് ഒരു നോമ്പെടുത്തു, അതിന് അള്ളാഹു നമുക്ക് ഒരു വലിയ പ്രതിഫലം നൽകും. എന്നാൽ വൈകുന്നേരം മറ്റൊരു നോമ്പുകാരന് കുറച്ച് വെള്ളമോ ഒരു ഈത്തപ്പഴമോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമോ നൽകിയാൽ നാം ആ നോമ്പെടുത്തതിന് തുല്യമായ പ്രതിഫലം കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അങ്ങനെ ദിവസവും നമ്മൾ ഒരാളെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ 30 നോമ്പിന്റെ സ്ഥാനത്ത് 60 നോമ്പിന്റെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. നമ്മുടെ വീടുകളിലേക്ക് സുഹൃത്തുക്കളെയോ പാവപ്പെട്ടവരെയോ ക്ഷണിച്ച് നോമ്പ് തുറപ്പിക്കാം. അല്ലെങ്കിൽ പള്ളികളിൽ നടക്കുന്ന ഇഫ്താർ സംഗമങ്ങളിലേക്ക് നമ്മുടെ വിഹിതം നൽകാം. നോമ്പ് നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം വിനയമാണ്. ലോകത്തിന്റെ ഏതൊരു കോണിലുള്ള വലിയ പണക്കാരനും പാവപ്പെട്ടവനും ഒരേ സമയം വിശക്കുന്നു. വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ പാവപ്പെട്ടവരോടുള്ള നമ്മുടെ കരുണ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മുടെ സമ്പത്തിൽ പാവപ്പെട്ടവന്റെ അവകാശമുണ്ടെന്ന ബോധം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെ ദാനധർമ്മങ്ങൾ നൽകുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് കേവലം സാമ്പത്തികമായ സഹായം മാത്രമല്ല, മറിച്ച് ഒരു പുഞ്ചിരി കൊണ്ടോ സ്നേഹവാക്കുകൾ കൊണ്ടോ മറ്റൊരാളെ ആശ്വസിപ്പിക്കുന്നതും സദക്കയാണ്. നമ്മൾ ഇന്ന് പല വിധത്തിലുള്ള വിഭവങ്ങൾ മേശപ്പുറത്ത് കരുതി വെച്ചാണ് നോമ്പ് തുറക്കുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടിലോ അയൽവക്കത്തോ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം പോലും കുടിക്കാൻ വകയില്ലാതെ നോമ്പ് തുറക്കുന്നവരുണ്ടാകാം. റമദാനിന്റെ ചൈതന്യം എന്നത് നമ്മൾ വയറ് നിറയെ കഴിക്കുന്നതിലല്ല, മറിച്ച് മറ്റുള്ളവന്റെ വിശപ്പ് അകറ്റുന്നതിലുമാണ്. നമ്മുടെ വിഭവങ്ങളിൽ നിന്ന് ഒരു പങ്കെങ്കിലും ഇല്ലാത്തവരിലേക്ക് എത്തുമ്പോഴാണ് ഈ മാസം നമ്മിൽ ലക്ഷ്യം വെച്ച തഖ്വ യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന നബിവചനം ഈ വേളകളിൽ നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ദാനധർമ്മങ്ങൾ പാപങ്ങളെ മായ്ച്ചു കളയുന്ന കാര്യമാണ്. വെള്ളം തീ അണയ്ക്കുന്നത് പോലെ സദക്ക പാപങ്ങളെ കെടുത്തിക്കളയുമെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ കടുത്ത ചൂടിൽ മനുഷ്യർ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് തണലായി മാറുന്നത് അവൻ ദുനിയാവിൽ വെച്ച് ചെയ്ത സദക്കകളായിരിക്കാം. ആരും കാണാതെ വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ പോലും അറിയാത്ത വിധം ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു അവൻ്റെ അർഷിന്റെ തണൽ നൽകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാവിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഈ മാസം ചെലവഴിക്കുമെന്ന്. എൻ്റെ സക്കാത്ത് കൃത്യമായി കണക്കുകൂട്ടി അർഹരായവരിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങൾക്ക് ഞാൻ നൽകുമെന്ന്. റമദാനിലെ ബാക്കിയുള്ള ദിനങ്ങളിൽ സാധിക്കുന്നത്ര ആളുകളെ ഞാൻ നോമ്പ് തുറപ്പിക്കുമെന്ന്. നമ്മൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ്. ഈ ഒരു കൊച്ചു കേരളത്തിലെ ചങ്ങനാശ്ശേരിയിൽ ജീവിക്കുന്ന നമ്മുടെ വീടുകളും പള്ളികളും മദ്രസകളും സൗകര്യമുള്ളവയാണ്. നമുക്കിവിടെ വിശാലമായ മനോഹരമായ മസ്ജിദുണ്ട്. ഈ ചൂടുകാലത്ത് നമുക്ക് ആശ്വാസം പകരാൻ ഫാനുകളും AC യുമുണ്ട്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിൽക്കുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും
നമ്മുടെ കാലുകൾക്കും മുട്ടുകൾക്കും നെറ്റിത്തടങ്ങൾക്കും വേദന തോന്നാതിരിക്കാൻ നമുക്കിവിടെ കാർപ്പറ്റുകളുമുണ്ട്. എന്നാൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും രാജ്യത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെയാണ് പല മദ്രസകളും പള്ളികളും ദർസുകളുമൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള പള്ളികളും സ്ഥാപനങ്ങളുമൊക്കെ അവരുടെ ഒരു വർഷം പ്രവർത്തിക്കാനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഈ പുണ്യ റമളാനിലാണ്. അവരെയൊക്കെ സഹായിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്ന ഒരു മാസമാണ്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ സഹോദരന്മാർ ഫണ്ട് സമാഹരണത്തിനായി നമ്മുടെ പള്ളികളിലേക്ക് ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ അവരെ നല്ല രീതിയിൽ മടക്കി അയക്കുക എന്നത് നമ്മുടെ ബാധ്യതയായി കണക്കാക്കണം. അതിനായുള്ള തുകകൾ നമ്മൾ വകമാറ്റി തയ്യാറാക്കി വെക്കാൻ ശ്രമിക്കുക. നമ്മൾ നൽകുന്ന സക്കാത്തായാലും സദഖയായാലും നമ്മുടെ സമ്പത്തിൽ നിന്നും നഷ്ടം വരുത്തുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മറിച്ച് പരലോകത്തെത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ലാഭം എന്ന് പറയാൻ അത് മാത്രമേ കാണൂ. അതുപോലെ തന്നെ പലരോടും സക്കാത്തും സദഖയും കൊടുക്കാത്തതിനെ പറ്റി ചോദിച്ചാൽ അവർ പറയുന്ന ന്യായം, ഇന്നയാൾക്ക് കോടികൾ വരുമാനമുണ്ടല്ലോ, എന്നിട്ട് അയാൾ ഇതൊന്നും കൊടുക്കുന്നില്ലല്ലോ, പിന്നെ അതിലും ചെറിയ വരുമാനമുള്ള ഞാൻ എന്തിനു കൊടുക്കണം എന്നൊക്കെയാകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോകത്ത് നാം നിൽക്കുമ്പോൾ നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ 2.5% പറ്റിയാകും. ഓരോരുത്തരും വിചാരണ നേരിടുന്നത് ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യുക. നാഥൻ നമ്മുടെ സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്ലാം നാളെ മടങ്ങിയെത്തുകയും ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും അള്ളാഹു എപ്രകാരം സൃഷ്ടിച്ചു എന്ന അത്ഭുതകരമായ അറിവിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മളുമായി തുടർന്ന് പങ്കുവെക്കുകയും ചെയ്യുന്നതാണ്. തൻ്റെ പഠനത്തിനും തിരക്കുകൾക്കും ഇടയിലുള്ള പരിമിതമായ സമയത്ത് നിന്ന് നമുക്ക് അറിവ് പകർന്നു നൽകുന്നതിനായി ശ്രമിക്കുന്ന അസ്ലമിന് അള്ളാഹു എല്ലാവിധ ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ അവൻ വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നാം നൽകുന്ന ചെറിയ ദാനധർമ്മങ്ങൾ പോലും അവൻ വലിയ പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സക്കാത്തും സദഖയും കൃത്യമായി നൽകി സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും അവൻ സ്വീകരിക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗത്തോപ്പുകളിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. اللهم إنك عفو تحب العفو فاعف عني ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.